ഞങ്ങൾ വിജയം മാഡത്തിന്റെ കയ്യിൽ കൊണ്ടുതരും. ഞാൻ മരിച്ചതായിട്ട് അഭിനയിക്കുന്നത് ശത്രുക്കളുടെ യഥാർത്ഥ മരണം കാണാൻ. അവൾ ഇവിടെ വരുമ്പോ അവള് ബെഡ്റൂമിലും ഞാൻ വരാന്തയിലും. തോന്നിയ ദിവസം പറഞ്ഞ എന്റെ രീതി മാറും. അതിപ്പോഴേ മാറിക്കഴിഞ്ഞു. പഴയ നന്ദുവാണോ ഇപ്പൊ? ഹലോ, അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഋഷിയും നമ്മുടെ കെവിനും തമ്മിൽ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പൊ നമ്മുടെ അരുന്ധതി വരുന്നുണ്ട് അവിടെ. അപ്പൊ ഋഷി അരുന്ധതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിങ്ങനെ മരിച്ച പോലെ അഭിനയിക്കുന്നത് നമ്മുടെ ശത്രുക്കളുടെ യഥാർത്ഥ മുഖം കാണാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കെവിനെ നമ്മുടെ അരുന്ധതിക്ക് വാക്ക് കൊടുക്കുകയാണ്, നമ്മൾ വിജയിക്കും മാഡം, നോക്കിക്കോ, ഉറപ്പായിട്ടും അടുത്ത് തന്നെ വിജയിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കെവിനും അരുന്ധതിയുടെ അടുത്ത് പറയുകയാണേ. സ്വന്തം കൂട്ടുകാരനെ ചതിച്ചാ വിജയിക്കുന്നത് അല്ലെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവികയും നന്ദനും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. ദേവിക പറയുന്നുണ്ട്, ഇസബല്ല വരുമ്പോൾ അവള് മുറിയിലും ഞാൻ ഹോളിലുമാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദുവിന് ഭയങ്കര മാറ്റാണ് എന്ന് പറയുകയാണ്. അപ്പൊ നന്ദു ആണെങ്കിൽ നമ്മുടെ ദേവികനെ അടിക്കാൻ ഇങ്ങനെ കൈ വങ്ങിയിട്ടേ, തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചിട്ട് തന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പൊക്കുകയല്ല. അപ്പൊ നമ്മുടെ ദേവിക ഇങ്ങനെ എന്നെ തൊട്ടാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവികയും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന കൃത്യസമയത്ത് നമ്മുടെ ദേവികയുടെ അമ്മ ഇതൊക്കെ വന്ന് ഇവര് ഈ തല്ലുപിടിക്കുന്ന സീനൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. ഇനി അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ, കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിറം മലയാളി സൈനിങ് ഓഫ്.